എന്താ കിരണാന്റി, നിങ്ങൾ നിങ്ങളുടെ മേഡിനെ കൊണ്ടാണോ പാർട്ടിക്ക് വന്നേ? ഡോണ്ട് യു നോ, നിന്നെ പോലുള്ളവർക്ക് വെച്ചിരിക്കുന്ന സ്ഥലം ഈ ഹോട്ടലിന്റെ ബാക്കിലാ. ബാക്കി വരുന്ന ഭക്ഷണം കളയുന്ന സ്ഥലം. എനിക്ക് തോന്നുന്നു നീ അവിടെ ഒരുപാട് തവണ പോയിട്ടുണ്ടെന്ന്. അതുകൊണ്ടല്ലേ നിനക്ക് അറിയുന്നേ ബാക്കി വന്ന ഭക്ഷണം എവിടെയാ കിട്ടുന്നേന്നുള്ളത്. നിനക്ക് ഇത്ര അഹങ്കാരോ? നീ എന്നെ പറ്റി എന്താ വിചാരിച്ചേ? നിനക്കറിയോ എന്റെ ഡാഡ് ആരാന്ന്? എന്താ നിന്റെ അമ്മ നിന്നോട് പറഞ്ഞിട്ടില്ലേ? അങ്ങനെ എന്റെ മരുമകള് നിന്റെ യോഗ്യത തെളിയിച്ചു. എന്താ ഇവിടെ നടക്കുന്നേ? ആരാ ഇവിടെ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നത്? ഇതാ നിൽക്കുന്ന കണ്ടില്ല ഈ പെണ്ണ് എവിടുന്ന വലിഞ്ഞു കയറി വന്നേന്നറിയില്ല. അവള് പറയാ അവള് ഋഷിയെ മാത്രമേ കല്യാണം കഴിക്കുന്നു. ബ്ലഡി ഗോൾഡ് ഡിഗർ. ഡോണ്ട് യു ഡെയർ കോൾ മീ ഗോൾഡ് ഡിഗർ. ഞാൻ നിന്നെ പോലെയല്ല. അച്ഛന്റെ കാരുണ്യം കൊണ്ട് മാത്രം ജീവിക്കുന്ന പെണ്ണല്ല ഞാൻ. താങ്ക് യു സോ മച്ച് ഋഷി. എന്തായാലും നന്നായി. എനിക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് വളരെ നന്നായി. കാരണം എന്റെ തീരുമാനങ്ങളൊക്കെ തെറ്റായി പോയില്ലേ. നിന്നെ സ്നേഹിച്ചതിന്റെ തെറ്റ്, നിന്നെ സപ്പോർട്ട് ചെയ്തതിന്റെ തെറ്റ്. അപ്പൊ പിന്നെ എല്ലാം ഇങ്ങനെ തന്നെ ആവണല്ലോ. ഈ ലിമിറ്റ് ക്രോസ് ആയത് എപ്പോഴാണെന്നറിയോ? നീ എന്നെ പ്രപ്പോസ് ചെയ്തപ്പോ ഒന്നും ചിന്തിക്കാതെ ഞാൻ നിന്നോട് യെസ് പറഞ്ഞപ്പോ. വാരിക്കൂട്ടിയ കല്ലുകളെല്ലാം വൈരങ്ങളാണെന്ന് കരുതി. ഇതിന്റെ വില പോലും നിനക്കില്ലെന്ന് നീ മനസ്സിലാക്കിക്കോ. How dare you? വൃത്തികെട്ട ശവം. ഇനി ഇവിടെ നിന്ന് പ്രശ്നം ഉണ്ടാക്കാനാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ ഈ വൃത്തികെട്ട മോനെ കൊണ്ട് ഇപ്പോൾ ഇറങ്ങിക്കോണം. ഇറങ്ങടി. ഓക്കെ സാർ, കിയറെ കുറിച്ചുള്ള വിവരം കിട്ടി. ഇപ്പോൾ ഗ്രാൻഡ് വില്ല ഹോട്ടലുണ്ട് അവർ. അവിടെ നമ്മുടെ ഫൗണ്ടേഷൻ ഡേയുടെ ഇവന്റ് നടക്കുന്നുണ്ട്. പക്ഷേ സാർ എന്തുപറ്റി? സാർ, കിയറയുടെ ബോയ് ഫ്രണ്ട് ഋഷി ജസ്റ്റിസ് ഗ്രൂപ്പിൽ CFOയുടെ പോസ്റ്റിലാണ് ജോലി ചെയ്യുന്നത്. അവൻ അവളെ അവിടെ അപമാനിച്ചുകൊണ്ടിരിക്കുകയാണ് സാർ. അങ്ങനെയല്ലോ. താങ്ക് യു ഫോർ യുവർ ഇൻസ്റ്റന്റ് പ്രപ്പോസൽ സർ, ബട്ട് ഐ എം ഓൾറെഡി എൻഗേജ്ഡ്. ഞാൻ ഇദ്ദേഹത്തെ മാത്രം വിവാഹം കഴിക്കും. ഡ്രൈവർ, ഗ്രാൻഡ് വില്ലയിലേക്ക് വേഗം. എന്താ ചെയ്യണമെന്ന് എനിക്കറിയാം.